ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടരും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചിട്ടാണ്. ഈ സിനിമയുടെ ടോട്ടൽ കളക്ഷൻ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ പടം ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പടമാണ്. കൂടെ തന്നെ നല്ല കളക്ഷനും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക്. സിനിമയുടെ തമിഴ് വേർഷൻ്റെ ട്രെയിലർ ഇന്ന് റിലീസായിരുന്നു. തമിഴ് വേർഷൻ ഇപ്പോൾ ഈ മെയ് 9 റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഇനി മേലേക്ക് പോകും. അപ്പോൾ ഇതുവരെയുള്ള കളക്ഷൻ നമുക്ക് നോക്കി നോക്കാം. ആദ്യം പടത്തിൻ്റെ ബഡ്ജറ്റ് നോക്കാം. 28 to 30 കോടി റുപ്യാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത് 5.10 കോടി റുപ്യാണ്. പിന്നെ ലോകോത്തരമായിട്ട് ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തിരിക്കുന്നത് 17.18 കോടി റുപ്യ. ഈ സിനിമ ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 67.30 കോടി റുപ്യാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പാട്ട് 15 കോടി പടം കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം വേർഷൻ മാത്രം കേട്ടോ. ഇതിൻ്റെ ഡബ്ഡ് വേർഷൻസ് റിലീസായിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ ഓവർസീസിൽ നിന്ന് 77 കോടി റുപ്യാണ്. അതായത് എമ്പുരാന് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുക്കണ, ഓവർസീസിൽ നിന്ന് കളക്ഷൻ എടുക്കണ രണ്ടാമത്തെ മലയാള സിനിമ ഇപ്പോൾ തുടരുകയാണ്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഇനിയും കയറും. കേരളത്തിനേക്കാളും കൂടുതൽ ഓവർസീസിൽ തന്നെ ഈ സിനിമ കളക്ട് ചെയ്യുന്ന ഉറപ്പാണ്. ടോട്ടലി പടത്തിൻ്റെ ഇതുവരെയുള്ള കളക്ഷൻ 160 കോടി റുപ്യാണ്. ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ഈ സിനിമ 200 കോടി റുപ്യ ടച്ച് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ലാലേട്ടൻ്റെ ഒരു പടം പോസിറ്റീവ് വന്ന് എന്താവും എന്നുള്ളത് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടു. അതും ഹൈലി പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. പിടിച്ചാൽ കിട്ടുമോ? കയറി പോവല്ലേ ഉള്ളൂ. പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും പൊളിയാണ്. പ്രത്യേകിച്ച് വില്ലൻ, അതൊരു അതിൻ്റെ റിവ്യൂ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ലെവലിലാണെങ്കിൽ ഈ സിനിമ എവിടെ പോയി നിൽക്കുന്നുള്ളൊന്നും ഒരു പിടിയില്ല. എന്തായാലും ഒറ്റക്കൊമ്പൻ്റെ വേട്ട തുടരട്ടെ. നമുക്ക് ഇനിയും കളക്ഷൻ കയറുന്നതിനനുസരിച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി അടുത്തൊരു പടത്തിനെ പറ്റിയിട്ടുള്ള വിശേഷമായിട്ട് ഞാൻ വരും. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക.